നിന്നെ പറഞ്ഞു വിട്ടവരുടെ മുൻപിൽ, നിന്നെ ഒഴിവാക്കിയവരുടെ മുൻപിൽ, നിന്നെ പരിഹസിച്ചവരുടെ മുൻപിൽ, നിന്നെ ചവിട്ടി താഴ്ത്തിയവരുടെ മുൻപിൽ നിന്നെ തിരികെ വന്ന് കണ്ടവർ പറയാൻ പോവാ, നീ സേവിച്ചവൻ വലിയവനായിരുന്നു, നിന്നെ വിളിച്ചവൻ വലിയവനായിരുന്നു, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിന്നോട് പറഞ്ഞു നിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരനുഭവം നിനക്കുണ്ടാകും. അത് വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമീൻ പറഞ്ഞേ. എന്റെ ശത്രുക്കൾ കാണെ എനിക്ക് മേശ ഒരുക്കുന്ന ദൈവം, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം, എന്നെ ആട്ടിപ്പായിച്ചവർ, എന്നെ പരിഹസിച്ചവർ, എന്റെ വീടിന്റെ പടിക്കേ നീ കേറിയേക്കരുത് എന്ന് നിന്നോട് പറഞ്ഞവർ, നിന്നെ തിരക്കി വരുന്ന ഒരു സീസൺ നിന്റെ മുമ്പിൽ ദൈവം ഓപ്പൺ ആക്കുമെന്ന് വിശ്വസിക്കുന്ന ഈ സഹാക്യ തലമുറ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്നെങ്കിൽ അത് നിങ്ങൾ ഓർക്കുന്നായിരിക്കാം, മറന്നായിരിക്കാം. പക്ഷെ വാഗ്ദത്തം ചെയ്ത ദൈവം അവൻ വിശ്വസ്തനാണ്. നിശ്ചയമായിട്ടും റൂട്ട് തെറ്റില്ല, വാക്ക് തെറ്റില്ല, പ്ലേസ് തെറ്റില്ല, വരികൾ തെറ്റില്ല. ആ സ്ഥലത്ത് തന്നെ നിന്നെ എവിടെ എത്തിക്കുമെന്ന് ദൈവം പറഞ്ഞോ അവിടെ നിന്നെ എത്തിക്കും. എവിടെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞോ അവിടെ ഉപയോഗിക്കും. എവിടെ നിന്ന് ആരംഭിക്കുമെന്ന് പറഞ്ഞോ അവിടെ തന്നെ ആരംഭിക്കും. എവിടെ മാനിക്കുമെന്ന് പറഞ്ഞോ അവിടെ തന്നെ മാനിക്കും. ജീവിതത്തിൽ പല മേഖലകളിലും അല്പം ക്ഷീണം വന്നാലും, ചിലപ്പോൾ സാമ്പത്തിക ക്ഷീണങ്ങൾ ഉണ്ടാകാം, ശാരീരിക ക്ഷീണങ്ങൾ ഉണ്ടാകാം, പല മേഖലകളിലും ബുദ്ധിമുട്ടുകൾ വന്നെന്ന് വരാം. അവിടെ എങ്ങും ഒരു സാഹചര്യങ്ങളുടെയും വെല്ലുവിളികളുടെയും നിന്ദകളുടെയും നടുവിൽ നിങ്ങളുടെ വിശ്വാസം ക്ഷീണിക്കാതെ ഇരുന്നാൽ, വിശ്വാസത്തിൽ നിങ്ങൾ ശക്തിപ്പെടുവാൻ തുടങ്ങിയാൽ, നഷ്ടപ്പെട്ടതെല്ലാം ആ വിശ്വാസം നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരും. എഫേസ്യർ 3:20 വായിക്കുന്നത് പോലെ, മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവം സകലത്തെയും നിങ്ങളുടെ ജീവിതത്തിൽ റെസ്റ്റോർ ചെയ്യാൻ ഇടവരും. ഇന്ന് എന്തൊക്കെയോ സാഹചര്യങ്ങളെ കണ്ട് കരയുന്നവരോട്, ഏതൊക്കെയോ വിഷയങ്ങളുടെ മുമ്പിൽ പതറുന്നവരോട്, ഏതൊക്കെയോ സാഹചര്യങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നവരോട് കർത്താവ് പറയുന്നു, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിന്റെ വിശ്വാസം നിന്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരും.